A very good morning to all. How are you? I hope all you are doing well. Okay. And I'm your new computer teacher. My name is Raji Matthew. Today I'm going to teach a new lesson, that is knowing about a computer. Okay. So our first chapter name is knowing about a computer. So in this chapter we learn something more about computer. Okay. And now what is a machine? A machine means it is a device used to do our work very easily and very fast. അതായത് നമ്മുടെ ഒരു മെഷീൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഭയങ്കര എളുപ്പത്തിലും അതുപോലെ ഫാസ്റ്റിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലെറ്റ്സ് സീ വാട്ട് ആർ ദ പർപ്പസ് ഓഫ് മെഷീൻസ്. ഒരു മെഷീൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. ആൻഡ് ഹിയർ ലെറ്റ് മീ ഷോ യു സം എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ, എ ജ്യൂസർ. ജ്യൂസർ മീൻസ് it converts the raw fruits into juice. അതെന്ത് ചെയ്യുന്നു? നമ്മൾ കൊടുക്കുന്ന പഴങ്ങളെ ജ്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഹിയർ എവറി മെഷീൻ ദർ ഇസ് ആൻ ഇൻപുട്ട്. ഏതൊരു മെഷീൻ ആണെങ്കിലും ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും, ആൻഡ് വിച്ച് പ്രോസസ് ആൻഡ് മേക്സ് ഇൻ ടു ഔട്ട്പുട്ട്. പിന്നീടാണ് അത് എന്താക്കി മാറ്റുന്നത്? ഔട്ട്പുട്ടാക്കി മാറ്റുന്നത്. ഓക്കെ, ദെൻ സോ ഹിയർ ദ മെഷീൻ ഈസ് ജ്യൂസർ വിച്ച് കൺവേർട്സ് ദ raw fruits into juice. Okay, now another example is air cooler. Air cooler means here is a person. So there this is hot air, and now the hot air is converted to cold air using a machine, that is air cooler. Okay, so we know what is the use of a machine. And the final another example is washing machine. We all know what's the use of washing machine. That means it clean our dirty clothes, right? So the dirty clothes converted to clean clothes using a machine, that is our washing machine. Okay, so similarly computer has also an input and an output part. Let's see. Okay, so defining computer. Okay, computer has also an input part, an output part, and an processing part. So what are the parts in a computer? An input, then a processing, then finally an output part. So the job of a computer is to accept an input and then process it and then converts to output. Okay, അതായത് കമ്പ്യൂട്ടറിൻ്റെ ജോലി എന്താണ്? ഒരു ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ആ ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് എന്താക്കി മാറ്റുന്നു? ഇറ്റ് കൺവേർട്ടഡ് ടു ഔട്ട്പുട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് കൺസിഡർ എ കാൽക്കുലേറ്റർ. ഇഫ് യു വോണ്ട് ടു കാൽക്കുലേറ്റ് ടു നമ്പേഴ്സ് 2 and 3, നിങ്ങൾക്കിപ്പം രണ്ട് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം, 2 3. So we are going to given the two inputs 2 and 3. നമ്മൾ കൊടുക്കുന്ന രണ്ട് ഇൻപുട്ടുകൾ എന്തൊക്കെയാണ് ഇവിടെ? 2 3 ആണ്. And the operation is addition. And we will get a result of 5. ഇവിടെ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? 5 എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടും. So here the input is 2 and 3. Then a process takes place. After the process we will make a result, that is 5. Okay, സോ ഇതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത പോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൽ ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ആൻഡ് എ പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് ദെൻ ആൻ ഔട്ട്പുട്ട് യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ, another example, if we give some numbers 1 3 8 10 17 21 11 etc. So then we can order in ascending way. How we can order? Using small numbers first according to the order, increasing size or increasing number, right? So that is an ascending order section. So here is the data. In computer we all says the input is a data. Data ആണ് നമ്മൾ കമ്പ്യൂട്ടറിൽ പറയുന്നത്. ഇൻപുട്ടിനെ എന്തായിട്ടാ പറയുന്നത്? ഡേറ്റ. So in computer the input is data.
കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡേറ്റയാണ്. ഡേറ്റ മീൻസ് എ ഫാക്ട് ഓർ ഡീറ്റെയിൽസ് ഇൻ ആൻ അൺഓർഗനൈസ്ഡ് വേ. അൺഓർഗനൈസ്ഡ് വേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇപ്പം കുറേ നമ്പേഴ്സ് കൊടുത്തു, അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അതല്ല, നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. സോ ഡേറ്റ മീൻസ് ദ ഇൻപുട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പ്രോസസ്സിംഗ്. Processing means the input data is processed based on some instruction. For example, ഇപ്പോൾ നമുക്ക് 2 3 ആണ് കൊടുക്കുന്ന ഇൻപുട്ടുകൾ അല്ലേ? പക്ഷേ ഇവിടെ എന്ത് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്? അഡിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിംഗ് ആണ്. ഇവിടെ നമുക്ക് പല പ്രോസസ്സിംഗ് നടത്താം. വേണമെങ്കിൽ 2 3 വെച്ചിട്ട് സബ്ട്രാക്ഷൻ നടത്താം, മൾട്ടിപ്ലിക്കേഷൻ നടത്താം, ഡിവിഷൻ നടത്താം. സോ നമ്മൾ കൊടുക്കുന്ന ഏത് ഇൻസ്ട്രക്ഷൻ്റെ ബേസിലാണ് അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. സോ ഹിയർ വി consider these numbers will be added. നമ്മൾ പറയുകയാണ് ഇതെന്താ ഈ നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? അഡിഷൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. അങ്ങനെ അഡിഷൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഓപ്പറേഷൻ നടത്തുന്നത് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഇൻപുട്ട് ഈസ് ഡേറ്റ ആൻഡ് ദെൻ പ്രോസസ്സിംഗ്. പ്രോസസ്സിംഗ് മീൻസ് വിച്ച് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഇൻ ടു ദി കമ്പ്യൂട്ടർ ആൻഡ് ദെൻ ഫൈനൽ വൺ ഈസ് ഔട്ട്പുട്ട്. Output means our results, addition result or subtraction result, whatever the result is output. Okay, so the main important part is input, processing and output. Processing means it is the sequence of instructions and output means the result is an organized way. ഏത് തരത്തിലാണോ വേണ്ടത് അത്, അതായത് ഹ്യൂമൻ്റെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെയാണോ ഏത് വാല്യൂസ് ആണോ കിട്ടേണ്ടത് അതിനെ ബേസ് ചെയ്ത് ദാറ്റ് ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്. Okay, then output unit. Next is components of a computer system. Components of a computer system. Okay, so there are many components in a computer. We know input devices, output devices, etc. So let's see. First of all, input devices. Computer is multi-part എന്ന് പറയുന്നത്. മൾട്ടി-പാർട്ട് എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് പ്രോസസ്സേഴ്സ് ആർ ഇൻറ്റഗ്രേറ്റഡ് ടുഗദർ ടു ഫോം എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ജോബൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? മൾട്ടി-പാർട്ട് മെഷീൻ എന്ന് പറയുന്നു. സോ കമ്പ്യൂട്ടർ ഈസ് എ മൾട്ടി-പാർട്ട് മെഷീൻ ആൻഡ് ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് ചെയ്താൽ നോക്കാം. ഇൻപുട്ട് ഡിവൈസസ് എന്തിനാണ്? വാട്ട്സ് ദ ജോബ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ്? We can give input to the computer through these devices. ഈ ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ടിനെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഡു യു നോ വാട്ട് ആർ ദ ഇൻപുട്ട് ഡിവൈസസ്? ഹാവ് യു സീൻ കീബോർഡ്, മൗസ്? സോ കീബോർഡ്, മൗസ്, etc. are the examples of input devices. So first input unit is keyboard. So all of you know what is keyboard? Yes, keyboard has numerical numbers, alphabet numbers, special symbols, and also there are some signs on this keyboard. Then what is the use of keyboard? Keyboard is used to give an input through this keyboard. Okay, ഈ keyboard ഉപയോഗിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? Give input കൊടുക്കാൻ പറ്റും. What are the inputs we can give? Alphabets കൊടുക്കാം, നമ്പേഴ്സ് കൊടുക്കാം, പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ്. സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുത്ത്, കോമ അതൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിനെയാണ് നമ്പർ കീസ്, ആൽഫ ന്യൂമറിക് കീസ് എന്നൊക്കെ പറയുന്നത്. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് കീബോർഡ്? കീബോർഡ് ഈസ് യൂസ്ഡ് ടു എൻറ്റർ ദ ഇൻപുട്ട്. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് മൗസ്. സേ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഹാവ് യു സീൻ മൗസ്? ഓക്കെ, മൗസ് ഒക്കെ കണ്ടിട്ടുണ്ട്. മൗസ് ഈസ് ലൈക്ക് എ അവർ മൗസ്. ദെൻ ഇവിടെ എങ്ങനെയാണ്? In mouse there are two buttons and a scrolling button. Then left side a left button, another one right button and a scrolling button in middle of these two
two buttons, right? Okay, and by clicking this button we can open the application or whatever in the computer. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മൗസ് ക്ലിക്ക് ചെയ്യുന്നത് വഴി ഏത് ആപ്ലിക്കേഷൻ ആണോ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് അത് നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. സോ അനദർ ഡിവൈസ് ഈസ് അനദർ ഇൻപുട്ട് ഡിവൈസ് ഈസ് മൗസ്. Hope you understand it. And third one is touch screen. Okay, touch screen means here we touch the graphical icons and to execute the commands associated with them. Using this touch screen we can touch our fingers. ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷൻസ് ആണോ വേണ്ടത് മൗസിനെ പോലെ തന്നെയാണ് അതിൻ്റെ യൂസ്. ആൻഡ് അനദർ വൺ ഈസ് ടച്ച് പാഡ്. സോ ഹാവ് യു സീൻ ദിസ് ടച്ച് പാഡ്? ലാപ്ടോപ്പിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ഇതെന്താണ് ഇതുപോലെ ടച്ച് പാഡ്സ്. അതിലും ഇതുപോലെ ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും ഒക്കെ ഉണ്ടായിരിക്കും. സോ ദ മെയിൻ യൂസ് ഈസ് ക്ലിക്കിംഗ് or scrolling purposes, right? Then another one, joystick. Joystick means it is mainly used in our video games. ഒക്കെ നമ്മൾ വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴാണ് കൂടുതലായിട്ടും എന്ത് ഉപയോഗിക്കുക? ജോയ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ here are the some of the examples of input devices. Okay, today what are the things we need? We learned. Okay, first of all we know what is machine. Machine means it is a device used to do our work easily and very fast. Okay, our machine ennaanu padichu. Then what is the purpose of machine? What is the purpose of machine? Kora examples okke kaanichille. I will show you some examples like ഇതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു യൂസ് എന്ന് പറയുന്നത്? സോ കൺവേർട്ട് സം ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് യൂസിങ് സം മെഷീൻ. ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക യൂസിങ് എ മെഷീൻ. മെഷീൻസ് ലൈക്ക് ജ്യൂസർ, എയർ കൂളർ ആൻഡ് വാഷിംഗ് മെഷീൻ. ഓക്കെ, ദെൻ we study how to define a computer. എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിവൈസ് which accepts the input base and process the input to make output based on some instruction. അങ്ങനെയാണ് computer is a device which accepts input. ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നു and process it to make output. ഔട്ട്പുട്ടിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ അത് പ്രോസസ്സ് ചെയ്യുന്നു. എങ്ങനെ? through instructions. Okay, then അതിലാണ് 3 പോയിന്റ് പറയുന്നത്. what are the 3 parts? data, process and output. Then how to convert data? Data is converted into information. നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ മാത്രം മതി. So computer is used to convert this data into information by a processor or processing. പിന്നെ നമ്മൾ ഡേറ്റയുടെ ഡെഫിനിഷൻ പറഞ്ഞു. ഡേറ്റ മീൻസ് ഇസ് എ ഫാക്ട്സ് ഓർ എ ഡീറ്റെയിൽസ് ഇൻ ആൻ അൺഓർഗനൈസ്ഡ് വേ, റൈറ്റ്? പ്രോസസ്സിംഗ്. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനാണ്. പ്രോസസ്സിംഗ് ഈസ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. പ്രോസസ്സിംഗ് ഈസ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ആൻഡ് തേർഡ് വൺ, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ്സ് ദ ക്ലാസിഫൈഡ് ഓർ ഓർഗനൈസ്ഡ് റിസൾട്ട്. അതെന്നാണ് നമുക്ക് ഫൈനൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയും. ദെൻ വി ലേൺ സം ഓഫ് ദ ഡിവൈസസ്. സോ കമ്പ്യൂട്ടർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 യൂണിറ്റ്സ്: ഇൻപുട്ട് യൂണിറ്റ്, പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. And we show some of the examples. What are the examples of input devices? Keyboard, mouse, joystick, touch screen, touchpad, etc. Okay, I hope you all understood. Thank you.